1971 ഡിസംബറിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം നയിക്കുന്ന വേളയിൽ ഇന്ദിരാഗാന്ധി, ആ യുദ്ധം എന്ന് പറയുന്നത് ഈസ്റ്റേൺ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ്, അതിനെ യഥാർത്ഥ പാകിസ്ഥാനിൽ നിന്നും വേർപ്പെടുത്തി എടുക്കുന്ന ഒരു യുദ്ധം, ബംഗാളിനെ വേർപ്പെടുത്തി എടുക്കുന്ന യുദ്ധം. നമുക്കറിയാം, ഇപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് യഥാർത്ഥ പാകിസ്ഥാനും ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യപ്പുറത്തും അവർ ഒരു രാജ്യമായിട്ട് നിലനിന്നിരുന്നതാണ്. അന്ന് ആ യുദ്ധത്തിലൂടെ 1971 യുദ്ധത്തിലൂടെയാണ് ഇതിനെ വേർപ്പെടുത്തി എടുക്കുന്ന ഒരു സംഭവം. അന്ന് ഇന്ത്യക്കെതിരെ അണിനിരുന്നത് 54ഓളം ഇസ്ലാമിക രാജ്യങ്ങളാണ്. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ GCC രാജ്യങ്ങൾ, ടർക്കി, ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് നാസർ തൊട്ട് ഒട്ടനവധി എല്ലാം അണ്ടനാടകോടൻ ആഫ്രിക്ക എന്നുള്ളവൻ പോലും ഉണ്ടായിരുന്നു. 54 രാജ്യങ്ങൾ. നാറ്റോ, അമേരിക്കയുടെ USS എൻ്റർപ്രൈസ്, ന്യൂക്ലിയർ പവേർഡ് ഒരു അമേരിക്കയ്ക്ക് 11 വിമാനവാഹിനി കപ്പലുകളാണുള്ളത്. അതിലൊരെണ്ണമാണ് USS എൻ്റർപ്രൈസ്. ആ ഒരു കപ്പൽ കൊണ്ട് വേണമെങ്കിൽ വലിയൊരു രാജ്യത്തെ ആക്രമിക്കാം അമേരിക്കയ്ക്ക്. അന്ന് അമേരിക്ക അതിന് തുനിഞ്ഞില്ല, പക്ഷേ അത് നങ്കൂരിട്ടിരുന്നു. ബേ ഓഫ് ബംഗാളിൽ 7ാം കപ്പൽപ്പട എന്ന് പറയും. ഇപ്പുറത്ത് HMS ബ്രിട്ടൻ്റെ നാറ്റോൻ്റെ പല രാജ്യങ്ങളും ഇത്രയും വലിയ സന്നാഹവുമായിട്ട് വന്നു. ഇന്ത്യയുടെ ഉള്ളതൊന്നുമില്ല. ഇന്ദിരാഗാന്ധിയുടെ ശക്തി, അതുകൊണ്ടാണ് ആ സ്ത്രീയെ ഉരുക്കു വനിത എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ഉള്ളത് ഒരു 3-4 വിമാനങ്ങൾ ഉണ്ട്, ഈ യുദ്ധവിമാനങ്ങളും പിന്നെ അല്ലറ ചില്ലറ പട്ടാളക്കാരുണ്ട്, ആർമി ഉണ്ടായിരുന്നു, കാലാൾപ്പട. പക്ഷേ ഇന്ത്യയുടെ ശക്തി, യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അന്ന് USSR ഈ ഒരു നീക്കത്തിന് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വീറ്റോ പവർ ഉപയോഗിച്ചത്. റഷ്യ അധികം വീറ്റോ പവർ ഉപയോഗിച്ചിട്ടില്ല. ആ UN യുണൈറ്റഡ് നേഷൻസിൽ വീറ്റോ പവർ ഉപയോഗിച്ച് തടഞ്ഞതാണ്. റഷ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്. പിന്നെ ഇസ്രായേൽ അന്നും ഇന്ത്യയുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു USSR അന്ന് ഇത്തരം രാജ്യങ്ങൾക്ക് ഭയമായിരുന്നു USSRനെ വെല്ലുവിളിക്കാനായിട്ട്. വീണ്ടും നമ്മൾ ഇന്ന് വരുമ്പോൾ അന്നത്തെ വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും ഇസ്ലാമിക നേതാക്കന്മാർ ഇന്ന് പ്രസംഗിക്കുമ്പോഴും അവരുടെ ഇന്ത്യയുടെ സഖ്യകക്ഷി അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് വിളിക്കുന്ന ഇറാനിലെ ഖമേനി, ഇപ്പം ഫെബ്രുവരി 28 കൊല്ലപ്പെട്ട ഖമേനി പോലും കാശ്മീർ വിഷയം വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അതല്ലെങ്കിൽ ചത്തുപോയ മുഅമ്മർ ഗദാഫി, അതല്ലെങ്കിൽ സദാം ഹുസൈൻ, സൗദി അറേബ്യ, അതല്ലെങ്കിൽ ഏത് ഇസ്ലാമിക നേതാക്കന്മാരും കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് അവർ വെല്ലുവിളിക്കാറുണ്ട്. ഇന്ത്യയാണ് അവരുടെ ശത്രു എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ ശത്രു എന്ന് പറയുന്നത്. ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങൾ, ക്രിസ്തീയ രാജ്യങ്ങൾ, യൂറോപ്പും അമേരിക്ക ഉണ്ടെങ്കിലും അവരുമായിട്ട് വിദ്വേഷം ഉണ്ടെങ്കിലും അങ്ങോട്ട് മുട്ടാൻ ചെല്ലാറില്ല. അവരുടെ ആ ഇതിനെ ആക്രമിക്കുക എന്നുള്ളതാണ്, ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്ന സഖ്യം നമുക്കറിയാം. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ വർഷം ഒരു ധാരണയിലെത്തി. ഏത് രാജ്യത്തെ ആക്രമിച്ചാലും അവർ അതിനു വേണ്ടി നിലകൊള്ളും. ആ ഒരു സഖ്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന രാജ്യങ്ങൾ ടർക്കിയും ഖത്തർ, ഇവർ 2 ആൾക്കാരും ചേരാണ് ഒരു നാറ്റോ, ഇസ്ലാമിക് നാറ്റോനെ രൂപപ്പെടും. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പാകിസ്ഥാൻ നേതൃത്വം കൊടുക്കുന്നത് സൗദി ആ ചൂണ്ടയിൽ കൊളുത്തിയിരിക്കുന്നു, ഒപ്പം ടർക്കി കൊത്തിയിരിക്കുന്നു, ഇപ്പോൾ ഖത്തർ വന്നിരിക്കുന്നു. ഈ നാറ്റോൻ്റെ ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ചതിന് തുല്യമായിരിക്കും. അതാണ് നാറ്റോ. അതേ പാക്റ്റ് ഇവർ ഇസ്ലാമിക നാറ്റോയിൽ കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. അന്ന് 71 54 ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിൽ ഇപ്പം അവരിങ്ങനെ പയ്യെ പാകിസ്ഥാൻ ആൾക്കാരെ കൂട്ടി വരാണ് ഈ ഒരു ഇതിലേക്ക്. അത് ഒരു പരിധിവരെ പാകിസ്ഥാൻ മാത്രമാണെങ്കിൽ ഒരു ചെറിയൊരു ഞാഞ്ഞൂള് അല്ലെങ്കിൽ ഒരു നീർക്കോലി എന്ന് പറഞ്ഞ് തള്ളാമായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ടർക്കി പോലെയുള്ള രാജ്യങ്ങളുടെ ഡ്രോൺ ടെക്നോളജി, ലോകത്തിലെ അഡ്വാൻസ്ഡ് ഡ്രോൺ ടെക്നോളജി ഉണ്ട് അവരുടെ ഇപ്പം ടർക്കിയുടെ. അപ്പം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന എർഡോഗാൻ തികഞ്ഞ ഒരു ഇസ്ലാമിക മതമൗലികവാദിയാണ്. പിന്നെ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും പണം ഇതിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഇറാന് യുദ്ധത്തിൻ്റെ സമയത്ത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു,
ഈ ഈ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് അമേരിക്കയ്ക്ക് അത്ര താല്പര്യം ഈ കാലഘട്ടത്തിൽ പോരാ. അപ്പോൾ അവരുടേതായ ഇസ്ലാമിക ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ ഇതിൽ ചേരാതെ ഇന്ത്യയോട് ചേർന്നു അവിടെ ഒരു ഭിന്നിപ്പ് വന്നിരിക്കുന്നത് UAE. ഇസ്രായേൽ ഇന്നും അന്നും 71-ലും ഇന്നും ഇന്ത്യയുടെ ഒപ്പമുണ്ട്. ഈ രാജ്യം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അപ്പോൾ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഇത് പ്രകാരം അവർ നാറ്റോനെ കോപ്പി അടിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഭരണഘടന ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ നമുക്കറിയാം. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം അവരുടെ അടുത്ത കെട്ടുറപ്പിനെ പറ്റിയും അവരുടെ ഇതിനെപ്പറ്റി എങ്ങനെ നിലനിൽപ്പിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണ്. ആ ഒരു സാഹചര്യത്തിൽ അവർ കാലാകാലങ്ങളിൽ ഒരു കാലത്തിൽ ചൈനയുടെ കൂടെ നിൽക്കുന്നു. മുൻകാലങ്ങളിൽ ശീതസമരക്കാലത്ത് USSR റഷ്യ അമേരിക്കയുടെ കൂടെ നിന്നു. ഞാനീ പറയുന്ന വേളയിൽ 1971 റിച്ചാർഡ് നിക്സൺ ഓവൽ ഓഫീസിൽ വന്ന് നടന്നൊരു ചർച്ചയിൽ ഹെൻറി കിസിഞ്ചറിനോട് പറഞ്ഞൊരു വാക്ക് ഇക്കാലങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അവർ ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് കൊടിച്ചിപ്പട്ടി എന്നാണ്. ദാറ്റ് ബീച്ച് എന്നാണ് റിച്ചാർഡ് നിക്സൺ വിശേഷിപ്പിച്ചത്. ഹെൻറി കിസിഞ്ചർ എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞനാണ്. അദ്ദേഹം ചൈനയെ അമേരിക്കയുടെ വലയിൽ കൊണ്ടുവരുത്തി. അതുപോലെ തന്നെ കുറേ ഗൾഫ് രാജ്യങ്ങളൊക്കെ, കാരണം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു വലിയ തികഞ്ഞ നയതന്ത്രജ്ഞനായിരുന്നു. ഈ ഹെൻറി കിസിഞ്ചർ പോലും ഇന്ദിരാഗാന്ധി വഴങ്ങിയില്ല. ഹെൻറി കിസിഞ്ചറിൻ്റെ അടുത്ത് പോലും ഇന്ദിരാഗാന്ധി വഴങ്ങിയില്ല. ഹെൻറി കിസിഞ്ചർ ശ്രമിച്ചു. കാരണം നമ്മൾ പറയില്ലേ, വിദേശകാര്യമന്ത്രി ഇപ്പോൾ ജയശങ്കർ ഇരിക്കുന്ന മാതിരി, അതല്ലെങ്കിൽ ഇവിടെ മാർക്കോ റൂബിയോ, പല രാജ്യങ്ങൾ അവരാണ് പോയിട്ട് മറ്റു രാജ്യങ്ങളിലെ നയതന്ത്രമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഹെൻറി കിസിഞ്ചർ ശ്രമിച്ചു ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ഒരു നയതന്ത്ര ബന്ധം, ഇങ്ങനെ ഒരു യുദ്ധം ഒഴിവാക്കാനൊക്കെ. സാധിക്കാതെ വന്നു. കാശ്മീർ വിഷയമാണ് വിഷയം, ഇന്ത്യയാണ് ശത്രു. അപ്പോൾ ഇപ്പോൾ പുതിയ വരുന്ന സഖ്യം അവർക്ക് പണമായിട്ട് ഖത്തറും സൗദിയും എണ്ണപ്പണത്തിൻ്റെ ഇതിലുണ്ട്. പിന്നെ അതിനുവേണ്ട ന്യൂക്ലിയർ ബോംബ് പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. ഡ്രോൺ ടെക്നോളജി ടർക്കിയുടെ കയ്യിലുണ്ട്. പാകിസ്ഥാൻ്റെ ലക്ഷ്യം ഇതിന് വലിയൊരു നാറ്റോ സഖ്യമായിട്ട് തീർത്തു കൊടുക്കാം. അവർ ഒരു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആകുലപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഒന്ന്, ഈ രാജ്യങ്ങളുടെ ആ ഒരു കൂട്ടുകെട്ടുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അമേരിക്ക ഇന്ന് ആ ഒരു സഖ്യത്തോടൊപ്പം നിൽക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ USSR പൊളിഞ്ഞിരിക്കുന്നു. ഇന്ന് 71-ലുണ്ടായിരുന്ന റഷ്യ അല്ല ഇന്നുള്ള റഷ്യ. അപ്പോൾ ഇന്ത്യക്ക് സംരക്ഷണം നൽകാൻ റഷ്യക്ക് സാധിക്കുമോ? ചൈനയെ നമ്പാനും പറ്റില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആകുലപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആകുലപ്പെടേണ്ടതുണ്ട് എന്ന് വേണം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട്. അവർ ഒരു പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു നാറ്റോ, ഇസ്ലാമിക നാറ്റോ സഖ്യം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണക്കിലെടുക്കേണ്ട വിഷയം തന്നെയല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.